മദീന പള്ളിയിൽ ഒരു ജനാസയെ മറവ് ചെയ്യുമ്പോ ഖബറിലേക്ക് മയ്യിത്തിനെ പുണ്യനബി തങ്ങൾ കൈകൊണ്ട് താഴെ ഇറക്കി വെക്കുമ്പോൾ ഹബീബാനബി തങ്ങളുടെ ദേഹത്ത് മണ്ണുണ്ട്, കൈകളിൽ മണ്ണുകളുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരി ആ ജനാസയെ മൂടി വെച്ച് ഖബറിങ്ങനെ ഒരൽപ്പം പൊക്കി വെച്ച് സ്വഹാബത്തിന്റെ മുമ്പിൽ പുണ്യനബി തങ്ങൾ ഖിന്നരായി ദുഃഖിതരായി താഴേക്ക് നോക്കി ഒരു വടി കൊണ്ടിങ്ങനെ വരച്ചുകൊണ്ട് തങ്ങൾ താഴേക്ക് നോക്കി നിൽക്കുന്നത് ഹദീസിൽ കാണാൻ കഴിയും. സ്വഹാബികളൊക്കെ മൗനമായി വീക്ഷിക്കുകയാണ്. എന്താണാവോ പുണ്യനബി പറയാൻ പോകുന്നത്? മരണം നടന്ന നേരം, മയ്യത്തിനെ മറവ് ചെയ്ത നേരം അവിടെ നിന്ന് എഴുന്നേൽക്കാതെ ആ മണ്ണിൽ ഇങ്ങനെ എന്തോ നബി തങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് സ്വഹാബികളോട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കൊതിച്ചു പോവുകയാണ്, ആഗ്രഹിച്ചു പോകുന്നു. എന്തിന് നബിയെ? ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെയൊക്കെ ഞാനൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന്. തങ്ങളെ, ഞങ്ങളല്ലയോ അങ്ങയുടെ അനുയായികൾ? ഞങ്ങളല്ലേ അങ്ങയുടെ ഇഖ്വാൻ? അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്റെ സ്വഹാബിമാരാണ്, നിങ്ങൾ എന്റെ സന്തത സഹചാരിമാരാണ്. ഞാൻ എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും എന്റെ കാലശേഷം കോടാനുകോടി ലോകത്ത് വരാനുണ്ട്. ലോകത്തെവിടെയെല്ലാം സൂര്യോദയമുണ്ടോ സൂര്യാസ്തമയമുണ്ടോ അവിടെയെല്ലാം ഹബീബിന്റെ സ്മരണയെ അല്ലാഹു ഉയർത്തിവെക്കും. ഭയങ്കര അത്ഭുതം. അടുത്ത ആഴ്ച ലണ്ടനിലൊരു മൗലിദ് പരിപാടി ഉണ്ട്, ലണ്ടൻ നോർത്ത് വിക്കില്. ആലോചിച്ച് നോക്കി, അവിടെയൊക്കെ പോയി നമ്മുടെ മലയാളികള് മൗലിദും നബിദിന സദസ്സും വരുന്ന ശനിയാഴ്ച. ഉദാഹരണം പറയാം, എവിടെയൊക്കെ മുഹിബ്ബീങ്ങളുണ്ടോ, ഹബീബിന്റെ മുഹിബ്ബീങ്ങൾ, അവർ ഈ മാസം ഒരുമിച്ചുകൂടാ ഹബീബിനെ പുണ്യനബിയെ ഓർക്കുകയാണ്, ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തുകയാണ്. അത് ഗ്രീൻലാൻഡിലും ഫിജി ഐലൻഡിലും അങ്ങ് ഓസ്ട്രേലിയയിലും അങ്ങ് നെതർലാൻഡ്സിലും അങ്ങ് താഴെ ഓക്ലാൻഡിലും ഒക്കെ ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും നോർത്തിലും പുണ്യനബിയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, അവിടൊക്കെ എന്റെ ഉമ്മത്തികൾ എത്തും. തങ്ങൾ പറഞ്ഞതാ, ഇന്ന ഹാദദ്ദീൻ യബ്ലുഗു മാ ബലഗൽ ലൈലു വന്നഹാർ, രാവും പകലും എവിടെയൊക്കെയുണ്ടോ സൂര്യോദയവും സൂര്യാസ്തമയവും ഉള്ളത് അവിടെയൊക്കെ എന്റെ ഉമ്മത്തികൾ എത്തും. വല്ലാത്ത വാക്ക്, വല്ലാത്ത വാക്കല്ലേ അത്? പസഫിക്കും അന്റാർട്ടിക്കും കടന്ന് അങ്ങ് USA-യിലും കാനഡയിലും അള്ളാഹുവിന്റെ ദീനിന്റെ ശബ്ദമെത്തിയില്ലയോ? അന്തസ്സിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളില്ലേ അവിടെ? എല്ലാവിധ സ്വാതന്ത്ര്യത്തിന്റെയും ഇടയിൽ അവര് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക. വേണമെങ്കിൽ അടിച്ചു പൊളിക്കാം, വേണ്ട എന്ന് ചിന്തിക്കുന്ന യുവതലമുറ, ചെറുപ്പക്കാർ ഇരുന്ന് കരയും. അവർ ഹബീബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അത്രയ്ക്ക് ഈമാനുള്ളവർ ഇന്ന് വെസ്റ്റിൽ ജീവിക്കുന്നുണ്ട്, ഈസ്റ്റിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവിടെ കുറച്ച് കൂടുതലാണ്. അവർക്കതിന്റെ മൂല്യം അറിയും. അത് ദാഹിച്ച് കിട്ടിയതാണ്, ദാഹിച്ചു കിട്ടിയ വെള്ളമാണ്, അതിന് വിലയുണ്ടാവും. എന്റെ ഇഖ്വാൻ എന്ന് ഞാൻ പറഞ്ഞത് ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്ത എന്റെ മുസ്ലിമുകളായ സഹോദരിമാരും സഹോദരങ്ങളും. എനിക്ക് അവരെക്കൊന്ന് കാണണമെന്ന് കൊതിയാവുന്നു. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവർ, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവർ. വിശുദ്ധ ഖുർആൻ 2 ചട്ടകൾക്കിടയിലുള്ള ഗ്രന്ഥമായിട്ടാണ് അവരെ കാണുന്നത്. അതൊരു മുഅ്ജിസത്താ. ഖുർആൻ ഒരു കിതാബായി രൂപപ്പെടുമെന്ന് നബി തങ്ങൾ ആദ്യം പറഞ്ഞു. തങ്ങളുടെ ജീവിതകാലം അത് വഹ്യാണ്, എഴുതി വെച്ചിട്ടുള്ളൂ കല്ലിലും തോലിലൊക്കെ, കിതാബായി രൂപീകരിച്ചിട്ടില്ല. പക്ഷേ ഖുർആൻ അവരെ കാണും ബൈന ദഫ്ഫതൈൻ, 2 ചട്ടകൾക്കിടയിൽ. യുഅ്മിനൂന ബി വലം യറൗനി യവദ്ദു അഹദുഹും, ഇവിടെയാണ് പ്രശ്നം. യവദ്ദു അഹദുഹും
ആ വരാൻ പോകുന്ന എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവർ, എന്നെ കേട്ടുമാത്രം കഴിഞ്ഞവർ, എന്നെ കാണാൻ കൊതിയാവുന്ന ആ അനുയായികളെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. യവദ്ദു അഹദുഹും ലൗ റആനി ബിമാലിഹി വഅഹ്ലിഹി വവലദിഹി. എന്നെ കാണാൻ അവർക്ക് കൊതിയായിട്ട് മനസ്സിലിങ്ങനെ ആശ വന്നിട്ട് അവര് പറഞ്ഞു പോകും. നബി തങ്ങൾ പറയട്ടെ, അല്ലാഹുവേ എന്റെ മക്കളെ തരാം റബ്ബേ, എന്റെ സമ്പത്ത് തരാം റബ്ബേ, എന്റെ കച്ചവട സ്ഥാപനങ്ങൾ വിട്ടുതരാം റബ്ബേ, നിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് സ്വന്തം സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ടെങ്കിലും എന്നെ കാണാൻ കൊതിയാവുന്ന ആളുകൾ, സ്വഹാബികളെ, നിങ്ങൾക്ക് പിന്നിൽ വരാനുണ്ട്. അവരെന്നോട് ഏറ്റവും സ്നേഹമുള്ള ഉമ്മച്ചികളാണ്. അവരെ കാണാൻ ഞാൻ കൊതിച്ചു പോകുന്നു എന്ന് ഖബർസ്ഥാനിൽ കിടക്കുന്ന, ഭൂമിക്ക് ഉള്ളിൽ പോയി കിടക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്റെ കൂടെ ജീവിക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ഈ ഉമ്മത്തികളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച നബിയാണ് മുഹമ്മദുൻ സയ്യിദുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. صلوا وسلموا على هذا النبي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.